എറണാകുളം ജില്ലയിൽ രണ്ടാം ഘട്ട മെട്രോ നിർമ്മാണത്തിലെ അപാകതകൾ തൃക്കാക്കരയിൽ ജനജീവിതം ദുസ്സഹമാക്കുകയാണ്. നിർമ്മാണ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കാനകളും ഓടകളും അടച്ചതോടെ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷം. വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരം കാണാനുള്ള ശ്രമങ്ങളും പാളി. മെട്രോ നിർമ്മാണത്തിന്റെ ഭാഗമായി തൃക്കാക്കര നഗരസഭ ഓഫീസിനും ആശുപത്രിക്കും മധ്യയുള്ള 6 ഏക്കർ സ്ഥലത്ത് വൻതോതിൽ ഉപയോഗശൂന്യമായ മണ്ണും കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും തള്ളിയതാണ് ദുരിതത്തിന് കാരണമായത്. മണ്ണ് മൂടിയതോടെ സീപോർട്ട് എയർപോർട്ട് റോഡിനടിയിലേക്കുള്ള പഴയ കലിങ്ക് പൂർണ്ണമായും മൂടിപ്പോയി. കാക്കനാട് മാവേലിപുരം ഭാഗങ്ങളിൽ നിന്നും മഴവെള്ളം കിളിയങ്കൽ പാടത്തേക്ക് ഒഴുകിയിരുന്ന സ്വാഭാവിക കാന അടഞ്ഞതോടെ പ്രദേശത്ത് വൻ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. മലിനജലം സഹകരണ ആശുപത്രി വളപ്പിലേക്കും പ്രദേശത്തെ കുടിവെള്ള കിണറുകളിലേക്കും അരിച്ചിറങ്ങിയതിനാൽ പ്രദേശവാസികൾ പകർച്ചവ്യാധി ഭീഷണിയിലാണ്. ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെ അടിയന്തരമായി വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ശ്രമങ്ങളുമായി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് രംഗത്തെത്തി. തൊഴിലാളികളെ അയച്ച് വെള്ളം സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് പമ്പ് ചെയ്ത് പരിഹരിക്കാനായിരുന്നു ആദ്യ ശ്രമം. ദുർഗന്ധം വമിക്കുന്ന മലിനജലം പൊതുവഴിയിലേക്ക് ഒഴുക്കാൻ തുടങ്ങിയതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി. തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരെത്തി മൂടിപ്പോയ കലിങ്കടക്കം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. എന്നാൽ ഇത് നാട്ടുകാർക്ക് കൂടുതൽ ദുരിതമായി. റോഡിനടിയിലുള്ള പഴയ കലിങ്ക് തുറക്കാൻ ശ്രമിക്കുന്നതിനിടെ ദുർഗന്ധം വമിക്കുന്ന മലിനജലം കുത്തിയൊഴുകി ജനവാസ മേഖലയിലേക്ക് വ്യാപിച്ചു. പ്രദേശത്ത് കടുത്ത ദുർഗന്ധം പരന്നതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. ഇത് വെള്ളമല്ല, ഇത് മഡാണ്. ഈ KMRL അവിടെ കുഴിക്കുമ്പോൾ അത് മഡും വെച്ചിട്ടാണ് കുഴിക്കുന്നത്. ആ മഡാണ് ഇവിടെ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരിക്കലും ഉണങ്ങൂല. ഞങ്ങളുടെ റോഡ് മുഴുക്കെ വെള്ളത്തിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഇവർ വന്ന് അത് ക്ലീൻ ചെയ്ത് തരണം. ഈ അടുത്ത മുനിസിപ്പാലിറ്റിക്കാരൊക്കെ ക്ലീൻ ചെയ്താണ്. ഇതോടെ എല്ലാം കഴുകി വൃത്തിയാക്കി നൽകാമെന്ന് KMRL അധികൃതർ ഉറപ്പു നൽകി. മഴ വീണ്ടും ശക്തമാകുന്നതിന് മുൻപ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, കൊച്ചി.